വെൽക്കം ടു വിനേസ് ആൻഡ് ടെക് ക്ലാസ്സസ്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലെക്ചറർ ഇൻ പോളിടെക്നിക്സ് എന്ന് പറയുന്ന ഒരു തസ്തികയെ പറ്റിയാണ്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ കേരള PSC നടത്തുന്ന ഒരു എക്സാം ആണ് ലെക്ചറർ ഇൻ പോളിടെക്നിക്സ് എന്ന് പറഞ്ഞാൽ. അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരിക്കും. നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല കേട്ടോ, ഉടനെ വരുന്ന കാര്യം ഒന്നും അറിഞ്ഞിട്ടുമില്ല. നമ്മൾ നേരത്തെ ചെയ്യുന്ന വീഡിയോ ആണ്. കാര്യം ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. 2 വർഷം കംപ്ലീറ്റ് ആവാറായി. 2024 8 മാസമാണ് റാങ്ക് ലിസ്റ്റ് വന്നതെന്നാണ് എൻ്റെ ഓർമ്മ. സോ 8 മാസം ആകുമ്പോൾ 2 വർഷമാവും. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഇത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ്, അല്ലെ ഒരു പോസ്റ്റ് ആണ്. എന്താണ് പ്രത്യേകത? BTech കഴിഞ്ഞൊരു ഉദ്യോഗാർത്ഥിക്ക്, അപ്പോൾ നിങ്ങൾ BTech കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ BTech എക്സാം എഴുതിയിട്ട് നിൽക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ്. നിങ്ങൾ BTech റിസൾട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് AE എക്സാം, നമ്മൾ കേരളത്തിൽ പറയപ്പെടുന്ന BTech മാത്രം വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു പോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നല്ല സാലറി ഉള്ള പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരിക്കും. അപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ടോ ഗ്രൗണ്ട് വാട്ടറിലോട്ടോ വാട്ടർ അതോറിറ്റിയിലോട്ടൊക്കെ നമുക്ക് മെക്കാനിക്കലുകൾക്ക് കയറാൻ പറ്റും. അവിടുത്തെ ബേസിക് പേ എന്ന് പറയുന്നത് 55,200 ആണ്. 55,200 ആണ് ഇപ്പൊ നിലവിലുള്ള ബേസിക് പേ എന്ന് പറയുന്നത്. ആ ബേസിക് പേ കാട്ടിയും ഉയർന്ന ബേസിക് പേ ആണ് നമ്മൾക്ക് ലെക്ചറർ ഇൻ പോളിടെക്നിക്സ് എന്ന് പറയുന്ന അധ്യാപക തസ്തിക നമുക്ക് തരാൻ വേണ്ടി പോകുന്നത്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾക്ക് 2 മാസം വിത്ത് സാലറിയോടുകൂടി നമുക്ക് അവധി വരെ കിട്ടുന്നതാണ് ഈ ഒരു മേഖല. അധ്യാപക തസ്തിക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഈ പറയുന്ന മെയ് ജൂൺ മാസങ്ങളിലൊക്കെ നമുക്ക് അവിടെ കോളേജുകളൊക്കെ അവധിയായിരിക്കും. 10 മാസം വർക്ക്, 2 മാസം അവധിയെ കിട്ടുന്ന നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അതേ പാറ്റേൺ തന്നെയാണ് പോളിടെക്നിക്സിൽ കടന്നു പോകുന്നത്. അവിടെ നിങ്ങൾക്ക് വെക്കേഷൻ വിത്ത് സാലറിയോട് കിട്ടുന്ന മറ്റൊരു പ്രത്യേകതയാണ്, നന്നായിട്ട് അവധികൾ കിട്ടും. ശനിയാഴ്ച അവധിയായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വേനൽ അവധികൾ ഉണ്ടാകും. സ്കൂൾ അടയ്ക്കുന്ന പോലെ തന്നെ പോളിടെക്നിക്സും എഞ്ചിനീയറിംഗ് കോളേജ് എല്ലാം അടയ്ക്കാറുണ്ട് 2 മാസം. സോ അതുപോലുള്ള ഒരു പ്രത്യേകതയാണ് ഈ ഒരു പോസ്റ്റിന് കിട്ടാൻ വേണ്ടി പോകുന്നത്. കൂടാതെ തന്നെ നമുക്ക് കേരള സർക്കാർ തരുന്ന DA എന്ന് പറയുന്ന നിലവിൽ 35% എൻ്റെ ഓർമ്മ. 35% കേരള സർക്കാർ DA തരുന്നതെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ DA ആണ് ഈ ഒരു തസ്തികയിൽ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. 58% DA 58% ലെക്ചർ പോളിക്ക് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറയുമ്പം ബേസിക് പേയുടെ കൂടെ 58% DA നമുക്ക് അവിടെ കിട്ടും. ഇതൊക്കെ ഈ തസ്തികയെ ഒരുപാട് സ്പെഷ്യൽ ആക്കുന്ന ഒരു കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു സാലറി സ്ലിപ്പ് ഉൾപ്പെടെ നിങ്ങൾക്ക് വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആ സാലറി സ്ലിപ്പ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ അവിടെ നിന്ന് കിട്ടേണ്ടതാണ്. കാര്യം നമ്മളിപ്പം BTech കഴിഞ്ഞ് ഇറങ്ങുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു പ്രൈവറ്റ് വർക്കിന് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളൊരു എക്സ്പീരിയൻസിന് വേണ്ടി എവിടെയെങ്കിലും കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്താണോ അത് ഇതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ബെനിഫിഷ്യൽ ആണ് ഈ ഒരു പോസ്റ്റ് എന്നുള്ള കാര്യം. ഒരുപാട് വലിയ നമ്പർ ഓഫ് വേക്കൻസീസ് ഒന്നും വരത്തില്ല, അത് നോക്കി പഠിക്കാൻ നിൽക്കരുത്. കിട്ടുന്ന വേക്കൻസി അടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള പോസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. നമുക്ക് വെറും BTech മാത്രം വെച്ച് എഴുതാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മ വേണം. ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവണം എന്നൊരു കാര്യം മാത്രമേ അതിനകത്തുള്ളൂ. ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു തസ്തികയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് നോക്കാം ഈ വീഡിയോയിലോട്ടെ ഇതിന്റെ കാര്യങ്ങൾ എന്താണ്, സിലബസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി സ്റ്റുഡിയോ റെക്കോർഡ് ക്ലാസ്. ഫാക്കൽറ്റി നമ്മളിപ്പോൾ സംസാരിക്കുന്ന പോലെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓരോ ടോപ്പിക്കുകൾ നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിക്കും. അതിന്റെ PDF നോട്ട്സ് പ്രിന്റ് എടുക്കുന്ന രീതിയിൽ നമ്മൾ ആപ്പിൽ കൊടുത്തിട്ടുണ്ടാവും, സ്ലൈഡ്സ് കൊടുത്തിട്ടുണ്ടാവും, അതിന്റെ എക്സാമുകൾ ഉണ്ടാവും, MCQ ഡിസ്കഷൻ വീഡിയോസ് ഉണ്ടാവും. ഇതിന്റെ സിലബസിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇത് കഴിഞ്ഞ വട്ടം വരെ എക്സാം നടന്നപ്പോഴത്തേക്ക് സിലബസിനകത്ത് ബേസിക് സബ്ജക്റ്റ് പഠിക്കാനുണ്ടായിരുന്നു. മാത്തമാറ്റിക്സ് ഉണ്ടായിരുന്നു, ബേസിക് സിവിൽ ഉണ്ടായിരുന്നു, ബേസിക് ഇലക്ട്രിക്കൽ ഉണ്ടായിരുന്നു, ബേസിക് ഇലക്ട്രോണിക്സ് ഉണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള ബേസിക് സബ്ജക്റ്റ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഇതേപോലെ തന്നെ മറ്റ് ലെക്ചർ പോളി, സിവിൽ ആവട്ടെ, ഇലക്ട്രിക്കൽ ആവട്ടെ, ഇലക്ട്രോണിക്സ് ആവട്ടെ, അവർക്ക് പലർക്കും ഈ ബേസിക് സബ്ജക്റ്റ് ഒന്നും ഇല്ലാതെ 100 മാർക്കിനും നമ്മളുടെ കോർ പേപ്പർ മാത്രം വന്ന സിലബസിൽ, ലാസ്റ്റ് സിലബസിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ചിലർക്കാണെങ്കിൽ മാത്തമാറ്റിക്സ് വന്നിട്ടുണ്ട്, വേറെ ഒന്നും തന്നെ ഇല്ല. വേറെ ബേസിക് മെക്കാനിക്കലും ബേസിക് സിവിലും ബേസിക് ഇലക്ട്രിക്കലും ഒന്നുമില്ല. സോ നമ്മൾ ഈ ബേസിക്കിന്റെ കാര്യം ഒരു 30 മാർക്ക് ബേസിക്സിന്റെ കാര്യമാണ് നിൽക്കുക. ബാക്കി 70 മാർക്കിന് നമ്മുടെ കോർ പേപ്പറിലുള്ള സിലബസ് തന്നെ, അത് മാറാനൊന്നും പോകുന്നില്ല. ആ സിലബസ് തന്നെ കൃത്യമായിട്ട് പഠിച്ച് തീർത്തു വെക്കുക. നോട്ടിഫിക്കേഷൻ ഒന്നും ഇന്ന് നാളെ മറ്റന്നാളൊന്നും വരുന്നൊന്നുമില്ല. നോട്ടിഫിക്കേഷൻ വരും ഈ വർഷം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സമയം ഇഷ്ടം പോലെ ഉണ്ട്. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു തസ്തികയാണിത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ബേസിക് അവിടെ നിർത്തിക്കൊണ്ട് കോർ പേപ്പർ പഠിക്കുന്നതിനൊപ്പം തന്നെ മാത്സോടെ പഠിച്ചു പോവുക. അതിനകത്ത് 10 മാർക്കിന് മാത്സിന്റെ സിലബസ് ഉണ്ട്, അത് പഠിച്ചു പോവുക. ചിലപ്പം മാറിയാലും ബാക്കി മാറുമായിരിക്കും, ഉറപ്പൊന്നും ഇല്ല കേട്ടോ. ചിലപ്പോൾ അത് മൊത്തത്തിൽ അതുപോലെ വരാം. എങ്കിലും മാത്സ് എന്തായാലും തന്നെ കാണുമെന്നാണ് നമ്മുടെ തോന്നുന്ന ഒരു കാര്യം. നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇപ്പോൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ അത് പഠിച്ചോളുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് അതല്ല, അതവിടെ നിൽക്കട്ടെ. അത്രയും ലോഡ് ഇപ്പോഴേ എടുത്തു വെക്കണ്ട. കോർ പേപ്പർ കംപ്ലീറ്റ് നിങ്ങൾ ഒരു റൗണ്ട് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം ആണെന്നുള്ളത് ഓർമ്മ വേണം. അപ്പോൾ നമ്മൾ അതിന്റെ ക്ലാസ്സുകൾ, നമ്മുടെ സ്റ്റുഡിയോ റെക്കോർഡ് ക്ലാസ്സുകൾ, അതിന്റെ PDF നോട്ട്സ്, ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും, അതുപോലെ തന്നെ MCQ ഡിസ്കഷൻസ് ഉണ്ടാവും, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും, എക്സാമുകൾ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന 3 ഫാക്കൽറ്റീസ് തന്നെ ആയിരിക്കും നിങ്ങളുടെ മെന്റേഴ്സ് ആയിട്ട് ഉണ്ടാവുക. അവരുടെ ഡയറക്റ്റ് കോൺടാക്ട് നമ്പർ കിട്ടും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരെ വിളിച്ച് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി വരും. ഇതൊക്കെയാണ് അതിന്റെ ഒരു പ്രത്യേകത. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താലും ഡെമോ ക്ലാസ്സിൽ കണ്ടു നോക്കാൻ വേണ്ടി പറ്റും.
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ ഡൗട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി ഇതിന്റെ സാലറി കാണുന്നത്, നിങ്ങൾ എപ്പോഴും സാലറി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, നമ്മുടെ കഴിഞ്ഞ വട്ടത്തെ പഠിച്ച ബാച്ചിലുള്ള ഉദ്യോഗാർത്ഥികളുടെ സാലറി സ്ലിപ്പാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു വർഷം കഴിഞ്ഞു, ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ 1 വർഷം 2 മാസം ആയിട്ടേ ഉള്ളൂ ജോയിൻ ചെയ്തിട്ട്. അപ്പൊ ഇയാൾക്ക് എംടെക് ഉള്ള ഉദ്യോഗാർത്ഥിയായിരുന്നു. ഇതിന്റെ ബേസിക് പേ എന്ന് പറഞ്ഞാൽ AICTE പേ സ്കെയിലിലെ ലെവൽ 9A നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അതായത് 56,100 ബേസിക് പേ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എംടെക് ഉണ്ടെങ്കിൽ നിങ്ങൾ കയറുമ്പം തന്നെ ലെവൽ 9A മാറി ലെവൽ 10 അങ്ങ് മാറും. ലെവൽ 10ന്റെ ബേസിക് പേ എന്ന് പറയുന്നത് 57,700 ആയിരിക്കും. നിങ്ങൾ ബിടെക് മാത്രമേ ഉള്ളെങ്കിൽ ഇത് വെച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. നിങ്ങൾക്ക് എംടെക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നായിരിക്കും തുടങ്ങുന്നത് സാലറി. ഓക്കെ ആണല്ലോ. ഇനി അപ്പോൾ അത് അവിടെ ബേസിക് പേ വന്നിട്ടുണ്ട്. ഇയാൾക്ക് 59,400 ആയെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ ഇൻക്രിമെന്റ് വന്നിട്ടുണ്ട്, ഇൻക്രിമെന്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ 57,700 നിന്ന് 59,400 ആയിട്ടുണ്ട്. ബാക്കി വന്ന എമൗണ്ട് ആ ഡിഫറൻസ് അവിടുത്തെ ഇൻക്രിമെന്റ് ആണ്. ഇനി നോക്കിയേ, DA നോക്കിയേ, ഈ ബേസിക് പേ എത്രയാണോ അതിന്റെ 58% DA എന്ന് പറയുന്നത്. ഒരു സർക്കാർ അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ DA ഇപ്പോഴും 35 നിൽക്കുകയാണെന്ന് ഓർമ്മ വേണം. 30% ഇത് 58%. ഇനി അയാൾക്ക് HRI കിട്ടുന്നുണ്ട് 2,376. പിന്നെ ഹിൽ ട്രാക്ട് അലവൻസ് എന്ന് പറഞ്ഞാൽ അലവൻസ് കിട്ടുന്നുണ്ട്. നമ്മൾ കുറച്ച് ഹിൽ ഏരിയയിലേക്കാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു അലവൻസ് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതാണ് നമ്മുടെ സാലറി എന്ന് പറഞ്ഞാൽ 96,728. ഒന്നുകൂടെ നോക്കിയേ, 96,728 കണ്ടോ, ഇതാണ് അയാളുടെ സാലറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് കട്ടിങ് വരും. നമ്മൾ PF-ലോട്ട് ഒരു 4,000 രൂപ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഇൻഷുറൻസിലോട്ട് 1,500, മെഡിസിപ്പിന്റെ 687 പിടിക്കുന്നുണ്ട്, NPS-ന്റെ കോൺട്രിബ്യൂട്ടീവ് പെൻഷന്റെ 9,385 പിടിക്കുന്നുണ്ട്, സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസിന്റെ 3,000 രൂപ പിടിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ കട്ടിങ് എല്ലാം കൂടെ 18,572. ഈ എമൗണ്ട് ഒക്കെ നമുക്ക് PF ആണെങ്കിൽ കൂട്ടിയിടാം കേട്ടോ. 4,000 എന്ന് പറഞ്ഞാൽ കുറവായിട്ടിരിക്കുന്നത് കൂട്ടിയിടാം. നമുക്കത് എത്ര വെച്ച് നമുക്ക് ഇഷ്ടമുള്ള അത്ര ഇടാം. അപ്പം ഇതിൽ നിന്ന് അത് കുറയ്ക്കുമ്പോൾ ബാക്കി കൈ കിട്ടുന്നുണ്ടോ? 78,156. നിങ്ങൾ ഇനി ബിടെക് മാത്രമേ 2026 പാസ് ഔട്ടുകാരനാണ് നിങ്ങളെന്ന് വിചാരിച്ചോ. 2026 പാസ് ഔട്ടുകാരനാണെങ്കിൽ നിങ്ങൾ ബിടെക് കഴിഞ്ഞ് റിസൾട്ടൊക്കെ വരുമ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പഠിച്ച് എക്സാം എഴുതുമ്പോൾ ഇതിൽ നിന്ന് ഒരു 3,000 രൂപയുടെ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു 75,000 രൂപ കൈ കിട്ടുന്നൊരു ജോലിയാണ്. കണ്ടോ, ഇതിന്റെ മാറ്റം എന്നറിയോ? ഈ 58% എന്ന് പറയുന്നത് സർക്കാർ കേരള PSC-യിൽ AICTE പേ സ്കെയിൽ ഫോളോ ചെയ്യുന്ന തസ്തിക ആയതുകൊണ്ടാണ് 58% വന്നത്. അല്ലെങ്കിലോ ഈ 59,400ന്റെ 35% DA വരത്തുള്ളൂ. വ്യത്യാസം കണ്ടോ? ഇപ്പൊ നിങ്ങൾ ഇതേ സെയിം തസ്തിക നിങ്ങൾ ബിടെക് ഉള്ള ഒരാളാണെങ്കിൽ ഒരു AE ആയിട്ട് കയറുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് കയറുവാണെന്നുണ്ടെങ്കിൽ 55,200 ആയിരിക്കും ബേസിക് പേ എന്ന് പറയുന്നത്, പ്ലസ് 35% ആയിരിക്കും അയാളുടെ DA എന്ന് പറയുന്നത്. അതാണ് വ്യത്യാസം. അപ്പോൾ ഒരു എമൗണ്ട് കുറയുമല്ലോ, അവിടെ വ്യത്യാസം അതുകൊണ്ടാണ്. ഓക്കെ, 78,156 ഒരു വർഷം മാത്രം എക്സ്പീരിയൻസ് ഉള്ള ഒരു ലെക്ചർ ഇൻ ടെക്നിക്കൽ അധ്യാപകന്റെ പോളിടെക്നിക് അധ്യാപകന്റെ സാലറി സ്ലിപ്പാണ് ഈ കാണുന്നത്. ഇതിൽ നിങ്ങൾക്ക് വ്യക്തമാവും, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് സാലറി സ്ലിപ്പ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി പറഞ്ഞു, ഒരുപാട് വലിയ നമ്പർ ഓഫ് വേക്കൻസി ഒന്നും വരത്തില്ല. പക്ഷേ ഇത് വളരെ വലിയൊരു നമ്പറാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗത്തെ സംബന്ധിച്ച്. 51 അഡ്വൈസുകൾ ഇപ്പം പോയിട്ടുണ്ട് ഈ തസ്തികയിൽ നിന്ന്. അപ്പോൾ അതിനകത്ത് ലാസ്റ്റ് പോയ അഡ്വൈസ് ഉൾപ്പെടെയാണ് 17/3/2026 ലാസ്റ്റ് അഡ്വൈസ് പോയത്. ഈ റാങ്ക് ലിസ്റ്റ് വന്നത് 9/8/2024 3 വർഷമാണ് റാങ്ക് ലിസ്റ്റ് കാലാവധി. സോ അത് 9/8/2027 ഈ റാങ്ക് ലിസ്റ്റ് തീരും. സോ അതിന്റെ റിവേഴ്സ് ഓർഡറിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നോട്ടിഫിക്കേഷൻ വന്ന് ഈ എക്സാം നടന്ന് ഇന്റർവ്യൂ നടത്തി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം ഈ സമയം കഴിയും. കണ്ടോ, അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വേണമെങ്കിലും വരാം. ഓക്കെ ആണല്ലോ. അതുകൊണ്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് ഈ ഒരു പോസ്റ്റ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് വർക്ക് ചെയ്യുക, സിലബസ് അരിച്ചു പറക്കി മുക്കുമൂലയ്ക്ക് വൃത്തിയായിട്ട് സമയം ഇഷ്ടംപോലെ നന്നായിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചു നോക്കുക. അപ്പോൾ നിങ്ങളൊരു ബിടെക് കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണെങ്കിലും എംടെക് കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണെങ്കിലും ഇതുപോലെ സാലറി കിട്ടുന്ന മറ്റൊരു പോസ്റ്റ് കേരള PSC-യിൽ വളരെ വിരളമായിരിക്കും. സോ ഈ എക്സാമിന് കഴിഞ്ഞ വട്ടം നടന്ന നോട്ടിഫിക്കേഷനിൽ നിന്ന് നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ട് കയറിയ ആൾക്കാരാണ് റാങ്ക് നമ്പർ 3, 7, 8 അതുപോലെ 27. ഇത്ര ആൾക്കാർ ഇപ്പോൾ ഓൾറെഡി സർവീസിൽ കയറി. ലാസ്റ്റ് അഡ്വൈസിൽ നിന്ന് 27 വരെയുള്ള റാങ്ക് കയറിയിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നമ്മുടെ ഉദ്യോഗാർത്ഥി കയറാൻ പ്രതീക്ഷിക്കുന്ന റാങ്ക് നമ്പർ 35 ആണ്, നാസിദാണ്. സോ അതുപോലെ തന്നെ ഇവരെല്ലാം നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് കയറിയവരാട്ടോ. ഒരിക്കലും ഇതൊരു ലക്കിന്റെ കളിയൊന്നുമല്ല. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കയറാൻ വേണ്ടി പറ്റും. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ
നല്ല ക്ലാസ്സുകളുമായിട്ട് നമ്മളിപ്പം തന്നെ തയ്യാറെടുത്ത് കഴിഞ്ഞു. നമ്മൾ സ്റ്റുഡിയോ റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ PDF നോട്ട്സ് ഉണ്ടാവും, എക്സാമുകളും ഉണ്ടാവും. നിങ്ങൾ ഡെമോ ക്ലാസ്സിൽ കണ്ടു നോക്കിയിട്ട് ക്ലാസ്സിൻ്റെ ക്വാളിറ്റി വിലയിരുത്തുക. എങ്ങനെയുണ്ട് പഠിപ്പിക്കുന്ന ആൾക്കാർ, അല്ലെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, അവരുടെ രീതി എങ്ങനെയുണ്ട്, ക്ലാസ്സസ് എങ്ങനെയുണ്ട്, ക്ലാസ്സിൻ്റെ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് തീർച്ചയായിട്ടും താല്പര്യമുണ്ടെങ്കിൽ നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.